ഹായ് ഗേസ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചാണ്. IPL ഇന്നലെ നടന്ന ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന മത്സരത്തിൽ 92 റൺസിന്റെ വിജയത്തോടെയാണ് RCB തുടർച്ചയായിട്ട് IPL ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ RCBക്ക് വേണ്ടി ബാറ്റിംഗിൽ മുന്നിൽ നിന്ന് പട നയിച്ചത് അവരുടെ നായകനായ രജത് പാട്ടിദാർ ആയിരുന്നു. താരത്തിന് സെഞ്ചുറി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സെഞ്ചുറിയേക്കാൾ വിലമതിപ്പിക്കുന്ന റൺസ് തന്നെയാണ് താരം ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് RCBക്ക് വേണ്ടി നടത്തിയത്. വെറും 33 പന്തുകളിൽ നിന്നായി പുറത്താകാതെ 93 റൺസാണ് രജത് പാട്ടിദാർ നേടിയത്. അങ്ങനെ രജത് പാട്ടിദാറിന്റെ ആ ഒരു ബാറ്റിംഗ് മികവിൽ RCB 5 വിക്കറ്റ് നഷ്ടത്തിൽ 254 എന്ന വമ്പൻ സ്കോറാണ് GTക്കെതിരെ സ്വന്തമാക്കിയത്. എന്തായാലും രജത് പാട്ടിദാറിനെ കൂടാതെ അവരുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി 43 റൺസും, കുണാൽ പാണ്ഡ്യ 43 റൺസും, ദേവദത്ത് പടിക്കൽ 30 റൺസുമാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ GTയെ സംബന്ധിച്ച് അവർക്ക് 162 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞുള്ളൂ. GTയുടെ ബാറ്റിംഗ് നിരയെ നോക്കുകയാണെങ്കിൽ 68 റൺസ് നേടിയ രാഹുൽ തിവാട്ടിയുടെ ഒറ്റയൻ പോരാട്ടം മാത്രമാണ് ബാറ്റിങ്ങിൽ കണ്ടത്. GTയുടെ ബാറ്റിംഗ് നിരയെ മുന്നിൽ നിന്ന് പട നയിക്കേണ്ട അവരുടെ നായകനായ ശുഭ്മാൻ ഗിൽ വെറും 2 റൺസിനാണ് പുറത്തായത്. അതുപോലെ തന്നെ IPLിലെ ടോപ്പ് സ്കോർ ബാറ്ററായ അവരുടെ ഓപ്പണറായ സായി സുദർശൻ 14 റൺസാണ് നേടിയത്. അതേസമയം വെടിക്കെട്ട് ബാറ്ററായ ജോസ് ബട്ടർക്ക് 29 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും RCB ഫൈനലിലേക്ക് ക്വാളിഫയർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ GTയെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷ ബാക്കി നിൽക്കുകയാണ്. രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ വിജയിച്ചാൽ അവർക്കും ഫൈനലിൽ എത്താനുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ GTക്ക് നിലവിൽ ഉള്ളത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് IPL ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ പോരാട്ടമാണ്. രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടാൻ വേണ്ടി പോയിന്റ് ടേബിളിലെ 3-4 സ്ഥാനത്തുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ് ഇന്ന് രാത്രി 7:30 നടക്കാൻ വേണ്ടി പോകുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്ന ഒരു മത്സരം തന്നെയാണ് ഈ ഒരു എലിമിനേറ്റർ പോരാട്ടം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് SRHന്റെ ശക്തമായ ബാറ്റിംഗ് നിരക്കെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ യുവനിരയുടെ പോരാട്ടം കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു താരമെന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായ 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാകും ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു IPL ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ IPL സീസണുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി റെക്കോർഡിട്ട വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ ക്രിസ് ഗെയിലിന്റെ റൺസിനെ മറികടക്കണമെന്നുള്ള ആഗ്രഹം ഈ ഒരു IPL സീസണിന് മുന്നോടിയായിട്ട് വൈഭവ് സൂര്യവംശി പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ഒരു റെക്കോർഡിനെ ഇന്നത്തെ ഒരു മത്സരത്തിൽ വൈഭവ് സൂര്യവംശി മറികടക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം ഇന്നത്തെ മത്സരത്തെ കാത്തിരിക്കുന്നതും കാണാൻ വേണ്ടിയുള്ള ആവേശത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രി 7:30 മത്സരം ആരംഭിക്കുന്നത്. ഈ ഒരു എലിമിനേറ്റർ പോരാട്ടത്തിൽ വിജയിക്കുന്ന ടീമിന് രണ്ടാം ക്വാളിഫയറിനുള്ള യോഗ്യത ലഭിക്കും. ആ ഒരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികളായി എത്തുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി ഇന്നലെ നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ടീം വിജയിച്ചിരിക്കുകയാണ്. ECB ഡെവലപ്മെന്റ് 11 നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ECB ഇന്ത്യക്കെതിരെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിന് മുമ്പ് തന്നെ വിജയ റൺ മറികടന്നുവെങ്കിലും 20 ഓവർ ബാറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര നേടിയത്. ഇന്ത്യക്ക് വേണ്ടി 3 ബാറ്റർമാര് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 50 റൺസ് നേടിയ ശബാലി വർമ്മയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ടോപ്പ് സ്കോറായി മാറിയിരിക്കുന്നത്. ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ 3 മത്സരങ്ങൾ അടങ്ങുന്ന T20 പരമ്പരയാണ് കളിക്കുന്നത്. ആ ഒരു പരമ്പരയിലെ ആദ്യ മത്സരം നാളെയാണ് ആരംഭിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓൾറൗണ്ടറായ വിജയ് ശങ്കറിനെ സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞ ഇടയിലായിരുന്നു വിജയ് ശങ്കർ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും IPL നിന്നുമൊക്കെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ ശ്രീലങ്കൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ താരം ഒരുങ്ങുകയാണ്. ശ്രീലങ്കൻ പ്രീമിയർ ലീഗിലെ ടീമായ കാൻഡി റോയൽസിന് വേണ്ടിയാണ് താരം കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്.
അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ പര്യടനത്തിനുള്ള അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹഷ്മത്തുള്ള ഷാഹിദിയാണ് അഫ്ഗാനിസ്ഥാൻ ടീമിനെ ടെസ്റ്റ് പരമ്പരയ്ക്കും ഒപ്പം തന്നെ ഏകദിന പരമ്പരയ്ക്കും അഫ്ഗാനിസ്ഥാൻ ടീമിനെ നയിക്കുന്നത്. ജൂൺ 6-നാണ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. ആദ്യം ടെസ്റ്റ് മത്സരവും അതിനുശേഷം 3 മത്സരങ്ങളാവുന്ന ഏകദിന പരമ്പരയുമാണ് അഫ്ഗാനിസ്ഥാൻ ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ട് കളിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ്റെ സൂപ്പർ താരമായ റാഷിദ് ഖാനെ ടെസ്റ്റ് പരമ്പരയൊന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. താരത്തെ 2020 പരമ്പരയിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.